ഹരേ കൃഷ്ണ. ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് 42-ാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ്. നമുക്ക് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 42 ശകടാസുരവധ വർണ്ണനം. കദാപി ജന്മക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂമഹീസുരാ മഹാനസസ്ത്വാം സവിധേ നിധായ സാ മഹാനസാദൗ വവൃതേ വ്രജേശ്വരി. തതോ ഭവത്രാണനിയുക്തബാലകപ്രഭീതിസംഗ്രന്ദനസങ്കുലാരവൈ വിമിശ്രമശ്രാവിഭവത്സമീപതഃ പരിസ്ഫുടദ്ദാരുചടച്ചടാരവ. തതസ്തദാകർണനസംഭ്രമശ്രമപ്രകമ്പിവക്ഷോജഭരാവ്രജാംഗനാ ഭവന്തമന്തർദദൃശുഃ സമന്തതോ വിനിഷ്പതദ്ദാരുണദാരുമധ്യഗം. ശിശോരഹോ കിമഭൂദിതി ദ്രുതം പ്രധാവ്യനന്ദഃ പശുപാശ്ച ഭൂസുരാ ഭവന്തമാലോക്യ യശോദയാധൃതം സമാശ്വസന്നശ്രുജലാർദ്രലോചനാ. കസ്കോനു കൗതസ്കുത ഏഷ വിസ്മയോ വിശങ്കടം യച്ഛകടം വിപാട്ടിതം ന കാരണം കിഞ്ചിദിഹേതി തേ സ്ഥിതാ സ്വനാസികാദത്തകരാസ്ത്വദീക്ഷകാ. കുമാരകസ്യാസ്യ പയോധരാർത്ഥിനഃ പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോവിപര്യഗാദിതീശ തേ പാലകബാലകാ ജഗോ. ഭിയാ തദാ കിഞ്ചിദജാനതാമിദം കുമാരകാണാമതിദുർഘടം വചഃ ഭവത്പ്രഭാവാ വിദുരൈരിതീരിതം മനാഗിവാശങ്ക്യത ദൃഷ്ടപൂതനൈ. പ്രവാളതാമ്രം കിമിദം പദം ക്ഷതം സരോജരമ്യൗനുകരൗ വിരോജിതൗ ഇതി പ്രസർപ്പത്കരുണാതരംഗിതാസ്ത്വദംഗമാപസ്പൃശുരംഗനാജനാ. അയേ സുതം ദേഹി ജഗത്പദേ കൃപാതരംഗപാതാൽ പരിപാദമദ്യമേ. ഇതി സ്മ സംഗ്രഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹുഃ ശ്ലിഷ്യതി ജാതകണ്ഠകഃ അനോനിലീനഃ കില ഹന്തുമാഗതഃ സുരാരിരേവം ഭവതാ വിഹിംസിതഃ. രജോപി നോ ദൃഷ്ടമമുഷ്യത്തൽകഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. പ്രപൂജിതൈസ്തത്ര തതോ ദ്വിജാതിഭിർവിശേഷതോ ലംഘിതമംഗളാശിഷ. വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുത്പുരാധീശ രുജാം ജഹീഹി മേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 43 തൃണാവർത്തവധം. ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോഢും ഗാഠാധിരൂഢഗരിമാണമപാരയന്തി മാതാ നിധായ ശയനേ കിമിദം ബതേതി
ധ്യായന്ത്യചേഷ്ടതഗൃഹേഷു നിവിഷ്ടശങ്കാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ ഒരു ദശകത്തിൽ 10ാമത്തെ ശ്ലോകത്തിലൂടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമ്മളോട് ഉറപ്പിച്ചു പറയുകയാണ്. ധ്രുവം എന്നാണ് പറഞ്ഞത്, ഉറപ്പാണ് എന്ന് പറഞ്ഞു. എന്താ? ഭഗവാനെ തേടി വരുന്നവരുടെ ഭാവം ഏതായിരുന്നാലും, അത് ഭഗവാനെ തന്നെ കൊല്ലുവാൻ വരുന്നവരായിരുന്നാൽ പോലും ഭഗവാനെ തേടിയാണ് വരുന്നതെങ്കിൽ ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു ചേർക്കും. അങ്ങനെ ഒരേ ഉദ്ദേശ്യത്തോടു കൂടി ഭഗവാനെ നിഗ്രഹിക്കുവാൻ വേണ്ടി മാത്രം ഭഗവാന്റെ അടുത്തേക്ക് എത്തിയവരാണ് ശകടാസുരനും പൂതനയും. അവർ തേടി നടന്നിരുന്നതും ഈ കൃഷ്ണനുണ്ണിയെയാണ്. കുറച്ച് നാളുകളായി ബാക്കി എല്ലാ ദേശങ്ങളിലും എത്തി അവരന്വേഷിച്ച് നടന്നത് ഈ കൃഷ്ണനുണ്ണിയെയാണ്. ഒടുവിൽ ഭഗവാനും കരുതി, ഇത്രയേറെ എന്നെ തേടി അലഞ്ഞവരല്ലേ ഇന്നെൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവർക്ക് മറ്റാർക്കും വിലമതിക്കുവാനാകാത്തതായിട്ടുള്ള, എല്ലാവർക്കും എളുപ്പം ലഭ്യമല്ലാത്തതായിട്ടുള്ള ഭഗവാനിലേക്കുള്ള ലയനം എന്ന സമ്മാനം തന്നെ, അതിവിശിഷ്ടമായിട്ടുള്ള സമ്മാനം തന്നെ കൊടുത്ത് അവരെ ഭഗവാൻ അനുഗ്രഹിച്ചു. ഭഗവാനും വേണ്ടത് ഇതൊന്നു മാത്രമാണ്. ഭഗവാനിങ്കലേക്ക് മനസ്സിനെ ചേർത്ത് വെച്ച് സദാ ഭഗവാനെ തേടി മനസ്സലഞ്ഞുകൊണ്ടിരിക്കണം. ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നതുവരെ ലക്ഷ്യം ഒന്നാവണം: ഭഗവാൻ ഭഗവാൻ ഭഗവാൻ. അതാണ് നമുക്ക് പൂതന മോക്ഷത്തിലൂടെയും ശകടാസുര വധത്തിലൂടെയും നമുക്ക് കാണിച്ചു തരുന്നത് ഭഗവാൻ. ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാന്റെ ആ തൃച്ചേവടികളിൽ അക്ഷരപ്പൂക്കളായി, അർച്ചനാ പുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദശകവുമായി അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഭഗവാൻ അനുഗ്രഹിച്ചാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.